എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. ചാറ്റ് ജി പി ടി, ചാറ്റ് ജി പി ടി പ്ലസ്, ചാറ്റ് ജി പി ടി ടീം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്കറിയാം, നിത്യജീവിതത്തിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നാം ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് നമ്മുടെ ചാറ്റ് ജി പി ടിയുമായിട്ടാണ്. കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നതും ഇന്ന് ചാറ്റ് ജി പി ടി ആണ്. ബാക്കി വിവിധ കമ്പനികൾക്ക് ഗൂഗിളിന്റെ ബാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ ഒരു എഐയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിനൊക്കെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഫ്രീ വേർഷനും പിന്നെ ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് വേർഷനുകളൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി എടുത്തു വെച്ച് കഴിഞ്ഞ പാട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ചാറ്റ് ജി പി ടി പ്ലസ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ചാറ്റ് ജി പി ടി പ്ലസിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GPT-4 എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കാണാം. അപ്പൊ ഇവിടെ മറ്റു പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം ഇവര് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഞാനിവിടെ അപ്ഗ്രേഡ് ടു പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം 3 തരത്തിലുള്ള പ്ലാനുകളാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതില് ഒന്നാമത്തത് ഫ്രീ ആയിട്ടുള്ള നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചാറ്റ് ജി പി ടി 3.5 ആണ്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്ലാന് ചാറ്റ് ജി പി ടി പ്ലസ് ആണ്. അതിന്റെ അടുത്ത പ്ലാന് ചാറ്റ് ജി പി ടി ടീമാണ്. അപ്പോ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാര്യം ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതില് ചാറ്റ് ജി പി ടി ഫ്രീ ആണെങ്കിൽ അതിൽ അൺലിമിറ്റഡ് മെസ്സേജ് അയക്കാം, ഇന്ററാക്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹിസ്റ്ററിയും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ചാറ്റ് ജി പി ടി 3.5 മോഡലാണ് ഫ്രീ ഭാഗത്ത് ഉണ്ടാവുക. ഈ ഒരു ചാറ്റ് ജി പി ടി 3.5 നമുക്ക് ഇന്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാം, ആപ്പിൾ iOS-ലൂടെ ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡിലൂടെയും ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കിയുള്ള 2 പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് അത് രണ്ടും പെയ്ഡ് ആണ് എന്നുള്ളതാണ്. അതില് ഒരു പ്ലാനാണ് പ്ലസ് എന്നുള്ളത്. അപ്പൊ പ്ലസ്സില് ചാറ്റ് ജി പി ടി 4 ആണ്, GPT-4 ആണ് അവരുടെ മോഡൽ എന്ന് പറയുന്നത്. ഈ GPT-4 ആണ് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള മോഡൽ എന്നുള്ളതാണ് അവര് അവകാശപ്പെടുന്നത്. ഇതിൽ നമുക്ക് ബ്രൗസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ മറ്റ് ജി പി ടിയുടെ യൂസുകളും ഉപയോഗിക്കാം. പിന്നെ ഈ ഫ്രീയിൽ നമുക്ക് ലഭിക്കാത്ത വിവിധങ്ങളായിട്ടുള്ള ടൂളുകൾ നമുക്ക് ഈ ഒരു പ്ലസ്സിൽ അവൈലബിൾ ആണ്. അവ ഏതൊക്കെ എന്ന് ചോദിച്ചാല് ടാൽഇ എന്നൊരു ടൂൾ ഉണ്ട്. ബ്രൗസിംഗ് നമുക്ക് ഈ ഒരു ചാറ്റ് ജി പി ടിയിലൂടെ നടക്കും. അതേപോലെ അഡ്വാൻസ്ഡ് ഡാറ്റ അനലൈസ് ഒക്കെ നമുക്ക് നടത്തും. അതേപോലെ തന്നെ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും നമ്മളൊരു പെയ്ഡ് യൂസർ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നുള്ള ഒരു അവൈലബിലിറ്റി, ഉത്തരങ്ങളൊക്കെ നൽകാനുള്ള അവൈലബിലിറ്റി കൂടെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ പ്ലസിന് $20 ആണ് നമ്മൾ മാസം അടയ്ക്കേണ്ടി വരിക. ഇന്ത്യൻ മണി നോക്കുമ്പോൾ അത് ഏകദേശം ഒരു 1500 രൂപയുടെ മുകളിലൊക്കെ ഉണ്ടാവും. ഇനി ടീം എന്ന പദ്ധതി, അതാണ് ഏറ്റവും മുകളിലുള്ളത്. ആ പൈസ കണ്ടാൽ തന്നെ നമുക്ക് അറിയായിരിക്കും. അതിന് $US നോക്കുകയാണെങ്കിൽ $25 ആണ്. അത് ഒരു പേഴ്സൺ ആണ് $25 വരുന്നത്. അതില് ഹയർ മെസ്സേജ് ക്യാപ്പബിലിറ്റി, അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി 4 ആണ് അതിലുമുള്ളത്. പിന്നെ ഈ ബ്രൗസിംഗ്, അഡ്വാൻസ് ഡാറ്റ അനലൈസ്, പിന്നെ വിവിധങ്ങളായിട്ടുള്ള മറ്റ് സജ്ജീകരണങ്ങളും അതിലുണ്ട്. പിന്നെ ക്രിയേറ്റ് ആൻഡ് ഷെയർ ജി പി ടീസ് വിത്ത് യുവർ വർക്ക് സ്പേസ് എന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്.
അഡ്മിൻ കൺസോൾ ഫോർ വർക്ക് സ്പേസ് മാനേജ്മെന്റ്, പിന്നെ ടീം ഡാറ്റ എക്സ്ക്ലൂഡഡ് ഫ്രം ട്രെയിനിങ് ബൈ ഡിഫോൾട്ട് എന്നുള്ളതും നമുക്ക് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാറ്റ് ജി പി ടിയോട് തന്നെ ഇവയുടെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അതിന് അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് ചാറ്റ് ജി പി ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ചാറ്റ് ജി പി ടി ഫ്രീ പ്ലസ് ആൻഡ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഓരോന്നായിട്ട് കൃത്യമായിട്ട് ചാറ്റ് ജി പി ടിയുടെ ഫീച്ചേഴ്സ്, ചാറ്റ് ജി പി ടിയുടെ കോസ്റ്റ്, അതേപോലെ ചാറ്റ് ജി പി ടി പ്ലസിന്റെ യൂസേജുകൾ എന്തൊക്കെയാണ്, ഫീച്ചറുകൾ എന്തൊക്കെയാണ്, അതേപോലെ കോസ്റ്റ് എത്രയാണ്, പിന്നെ ചാറ്റ് ജി പി ടി ടീമിന്റെ യൂസേജ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, കോസ്റ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിച്ചുകൊണ്ടും വളരെ എളുപ്പത്തിൽ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതാണ് ചാറ്റ് ജി പി ടിയുടെ ചാറ്റ് ജി പി ടി ഫ്രീയും ചാറ്റ് ജി പി ടി പ്ലസും അതേപോലെ ചാറ്റ് ജി പി ടിയുടെ ടീമും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വ്യത്യാസങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോർ ക്യാപ്പബിലിറ്റീസ് നോക്കി ചാറ്റ് ജി പി ടി എന്റർപ്രൈസസ് എന്ന ഭാഗത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ വിവിധ ഉപയോഗങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.